ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ റിപ്പീറ്റായി. ഒരാൾ പറഞ്ഞ അറിവ് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല മാറ്റമുണ്ട്. ആഹാരമൊക്കെ കഴിക്കാനും പറ്റുന്നുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഓൾറെഡി 2 ടൈംസ് മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവും ഉണ്ട്. സോ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും ക്യാൻസർ സംബന്ധിച്ച് ഇവർക്കുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടാതെ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചതിന് ശേഷം ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നും നമുക്ക് പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം, പേരെന്താണ്? ബാബു. ഓക്കെ, പേഷ്യന്റ് ആരാ സാറിന്റെ? എന്റെ അമ്മയാണ്. അമ്മയാണല്ലേ? പേരെന്താ? ലക്ഷ്മി എന്ന പേര്. ലക്ഷ്മി. വയസ്സ് എത്രയാണ്? വയസ്സൊരു 80 ഒക്കെ ഉണ്ട്. ഓക്കെ, എവിടെ നിന്ന് നിങ്ങൾ വരുന്നത്? ഞങ്ങള് സിതൻ ചക്കാലയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ സാർ, ഇത് സാറിന്റെ ആരാന്നാ പറഞ്ഞേ? അമ്മയാണല്ലേ? ഓക്കെ, അമ്മയ്ക്ക് എന്ത് ക്യാൻസറാ? ഗർഭപാത്രത്തിലാ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ അല്ലേ? എപ്പോ തൊട്ടുണ്ട്? അത് റിപ്പീറ്റ് ആയിട്ട് ഒരു 5 മാസമായിട്ടുണ്ട്. 5 മാസം. അതെ അതെ. ഈ 5 മാസത്തിൽ അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും മെഡിസിൻ കൊടുത്തിരുന്നോ? ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിരുന്നു വിജയവാഡയിൽ. ഓക്കെ, വിജയവാഡയിൽ പോയിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും റിപ്പീറ്റായി. വീണ്ടും വന്നപ്പോ ഇംഗ്ലീഷ് മരുന്ന് ഇനി വേണ്ട, ആയുർവേദം നോക്കാന്ന് വിചാരിച്ച് പുനർജനിൽ വന്നു. ഓക്കെ, എത്ര മാസമായി കഴിക്കുന്നു? ഏതാണ്ട് ഒരു 5 മാസമായി ഇപ്പോ. 5 മാസം കഴിച്ചല്ലേ? 5 മാസമായി. 5 മാസം. ഓക്കെ, ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? വയറിനുള്ളിൽ കുറച്ച് വേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ മാറി. എന്തൊക്കെയായിരുന്നു ലക്ഷണങ്ങൾ? വയറുവേദന, ബ്ലീഡിങ്, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഇതിനു മുമ്പ് എന്തെങ്കിലും ബ്ലീഡിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു? ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ബ്ലീഡിംഗ് ഒക്കെ ഇപ്പോ ബ്ലീഡിംഗ് ഒക്കെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. നല്ല മാറ്റം ഉണ്ടല്ലേ അമ്മയ്ക്ക്? 1 മാസത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം കാണാൻ പറ്റിയല്ലേ? അതെ അതെ. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത്? സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ യാതൊരു സൈഡ് എഫക്ട്സ് അതുകൊണ്ട് കഴിക്കാൻ പറ്റും. നല്ലതുപോലെ വിശപ്പുണ്ട്. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. പേഷ്യന്റിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മാറ്റം ഉണ്ടെന്ന്. സാർ, ഈ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? ഞങ്ങള് യൂട്യൂബിലും ടിവിയിലൊക്കെ കണ്ടു. പിന്നെ അറിയുന്ന 2 പേര് പറയുകയും ചെയ്തു. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ 5 മാസമായില്ലേ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്? ഡോക്ടർ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്? ഇപ്പൊ വീണ്ടും പെറ്റ് സ്കാൻ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് നല്ലതാണെങ്കിൽ ഇനി കഴിക്കേണ്ടി വരില്ല. അതല്ല, സ്കാനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനും അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ അടുത്ത മാസം വരാനാണോ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അമ്മയ്ക്ക്? ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ. ഓക്കെ, ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ? ഡയറ്റീഷ്യനെ കണ്ടിരുന്നു? അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നത്? അവര് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ, അവര് പറഞ്ഞ ഡയറ്റിൽ അങ്ങനെയൊന്നുമില്ല മാഡം. ഓക്കെ, എല്ലാം അമ്മയ്ക്ക് കഴിക്കാൻ പറ്റും? അതെ അതെ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, പുനർജൻ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നന്നായിട്ടുണ്ട് മാഡം, വളരെ നന്നായിട്ടുണ്ട്. നല്ല വ്യത്യാസം ഉണ്ടല്ലേ അമ്മയ്ക്ക്? അതെ, അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ വന്നത്. അമ്മ ഇപ്പോ രക്ഷപ്പെട്ടല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹാപ്പി അല്ലേ? ഓക്കെ സാർ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. പെറ്റ് സ്കാന്റെ റിസൾട്ട് ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ? അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സാർ. ഓക്കെ, താങ്ക് യു സർ.